വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അതുപോലെ ഈ വീഡിയോസ് കാണുന്നത് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൽ വിജയം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രാവലാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഇവിടം വരെ പോകാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 8:45 ആയിട്ടുണ്ട്. 8:50 ബസ്. പക്ഷെ ഞാനിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്ന തുടക്കത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെ തിരക്കങ്ങ് കൂടും. പിന്നെ ഹെയർ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് പണിയാണ് മര്യാദയ്ക്കൊന്ന് ഒതുക്കി കെട്ടാന്നുള്ളത്. എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് മുടി വളരുമ്പോൾ വെട്ടാൻ പ്രാന്തമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ സമയം പെട്ടെന്ന് പോയി. അപ്പോഴാണെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ വേഗം കുറച്ച് പൗഡറൊക്കെ വാരി അങ്ങ് തൊട്ടിയിട്ടും നോക്കിയപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് ഇടാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ വേഗം ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ടും ഐലൈനർ ഇട്ടിട്ടുണ്ട്. ഐലൈനറിൻ്റെ ഇടയിലാണ് ലിപ്സ്റ്റിക് ഇട്ടപ്പോഴാണ് ഓർത്തിട്ട് വെള്ളം കുടിക്കാനുള്ള കാര്യം. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് വിട്ടു. അത് കഴിഞ്ഞ് ഐലൈനറൊക്കെ ഇട്ട് പിന്നെ അങ്ങ് ഓടി പിടിച്ച് ബാഗൊക്കെ എടുത്തൊരു ഇറക്കമാണ്. മിക്ക പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ ആണല്ലേ. ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ റോഡിലേക്ക് പിന്നെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോഴാണ് ഓർത്ത് വാച്ച് ഇട്ടില്ലെന്ന്. വാച്ചും കൂടി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിലെത്തി. എന്തോ എൻ്റെ ഗതികേട് കൊണ്ടൊക്കെ ബസ്സിലും ഇരിക്കാൻ സീറ്റ് കുറവൊക്കെ ആയിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ പോയാൽ നോക്കുന്നുണ്ട് വെള്ളം കുടിച്ചുകൊണ്ടേ. അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഏറ്റവും ബാക്കിലാണ് സീറ്റ് കിട്ടിയത്. അവിടെയാണെങ്കിൽ ഭയങ്കര കുടുക്കമായിരുന്നു. പിന്നെ കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ കൊണ്ടിരുന്നങ്ങ് എത്തി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്താറായിട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണെങ്കിൽ സമയം 9:15 ആയിട്ടുണ്ട്. പക്ഷെ നല്ല തിരക്കായിരുന്നു. എനിക്ക് 128 ആണ് കേട്ടോ ടിക്കറ്റ് എടുക്കാനുള്ള നമ്പർ കിട്ടിയത്. പിന്നെ 128 ആയിക്കഴിഞ്ഞപ്പോൾ പോയി ഒ പിക്കുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ ആൾക്കാർ. അപ്പോഴും 9:30 ആവുന്നുള്ള സമയം. പിന്നെ ഒരു 10 മണിയൊക്കെ ആയി ഡോക്ടറെ കാണാനുള്ള ചീട്ട് കിട്ടിയപ്പോൾ. അങ്ങനെ നേരെ പോയി ഡോക്ടറെയൊക്കെ കണ്ട് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെയായിട്ട് കണ്ടത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ചൂടുണ്ടായിരുന്നു. ഒരു അവിൽ മിൽക്കും കുടിച്ചു വിട്ടു. അവിൽ മിൽക്ക് കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. ഇനിയിപ്പോൾ ബസ് പിടിച്ചിട്ട് തിരിച്ച് നമുക്ക് നടന്ന് വേണോട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യമായിട്ടങ്ങ് കഴിച്ചു. അത് നേരെ ബസ് സ്റ്റോപ്പിലെത്തി. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറിയിട്ടോ. പിന്നെ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ പൊതുവേ നമുക്ക് 2 പാടമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ നടക്കാനായിട്ട്. പക്ഷെ കാണാൻ അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ്. എങ്കിൽ പോലും നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ തൽക്കാലം ഒരു കുടയൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് ചൂടി എന്താ പറയുക നേച്ചർ ബ്യൂട്ടിക്ക് അങ്ങ് ആസ്വദിച്ച് പോയി. അടിപൊളിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഈ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോഴൊക്കെ നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. എന്നാലും നമ്മുടെ കുറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ കുറച്ചൊക്കെ അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നി. പിന്നെ ഒരു കമ്മട്ടിപ്പൂ കണ്ടു കഴിഞ്ഞപ്പോൾ അതായിട്ട് ചെവിയിൽ വെക്കണമല്ലോ. സ്ഥിരം പരിപാടിയാണല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഈ ഒരു സംഭവം നൈസല്ല ഇത് കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. ഇത് എവിടെ കണ്ടാലും ഞാനപ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ അവിടെ പോയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ളപ്പോൾ ചാനൽ എല്ലാവരും സപ്പോർട്ട്